നമ്മൾ നേരത്തിട്ടുള്ള ട്രേഡ് അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇന്ന് നിഫ്റ്റിയുടെ 22,200 PE വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 11.55 വാങ്ങിക്കുകയും അത് 84 രൂപ ആവറേജ് പ്രൈസ് വാങ്ങിക്കേണ്ടായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 60 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്നൊരു ഓപ്ഷൻ ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഏകദേശം 22,200 PE ചെന്ന് എത്തിയിരിക്കുന്നത് 242 രൂപയിൽ അവസാനം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത്രയും പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതുപോലെ തന്നെ എനിക്കൊന്ന് എൻ്റർ ചെയ്ത സ്ഥലത്തും ചെറിയൊരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് വരെ ഓപ്ഷൻ പ്രൈസിന് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് തന്നെ. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കും കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഫോമോ ജസ്റ്റ് ഒന്ന് ആക്റ്റീവായി. അപ്പോൾ ഞാൻ ബേസിക്കലി ആ ഒരു ഏരിയയിൽ എൻ്റർ ചെയ്യാനായിട്ട് ഇരുന്നതല്ല, ശരിക്കും ആ ഒരു സമയത്തൊരു റിവേഴ്സിൽ വന്നുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് ഫോമോ ആക്റ്റീവായിട്ട് ജസ്റ്റ് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ആണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലോസ് വന്നത്. അല്ലെങ്കിൽ നമ്മളിന്ന് പ്രോഫിറ്റിലാവേണ്ട ഒരു ട്രേഡായിരുന്നു 22,200. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്കിലോട്ട് പോവാം. അപ്പം ആദ്യമേ ഞാൻ നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റി നമുക്ക് നോക്കുമ്പം ഞാൻ എടുത്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ. അപ്പോൾ ഞാൻ ട്രേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11.55 ഈ ഒരു റിവേഴ്സലായിരുന്നു ശരിക്കും ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റിവേഴ്സൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഇവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ശരിക്കും ഞാൻ വരച്ച റെസിസ്റ്റൻസ് 22,179, ആ ഒരു റെസിസ്റ്റൻസ് ശരിക്കും ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നൊരു റിവേഴ്സൽ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊരു ജസ്റ്റ് ഒന്ന് ഫോമോ ആക്റ്റീവായിട്ട് ഇവിടെ ഒന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രേഡാണ് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കറക്റ്റ് ഞാൻ വരച്ചിട്ടുള്ള അതേ റെസിസ്റ്റൻസ് ഇന്ന് 22,179 അവിടെ നിന്ന് കറക്റ്റ് റിവേഴ്സലായിട്ട് ഇന്ന് മാർക്കറ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലായിരുന്നു. ഏകദേശം 22,000 താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് മിസ്സായി, കുഴപ്പമില്ല. അപ്പോൾ ബേസിക്കലി ഈ ഒരു ട്രേഡ് ഞാൻ നിഫ്റ്റിയിൽ കുറച്ച് ബുള്ളിഷായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ കുറച്ച് ബുള്ളിഷായിരുന്നു. അപ്പോൾ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഓക്കെ, നമുക്ക് EMA ഒന്ന് പ്ലോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ എന്തുകൊണ്ട് ഇന്ന് ബുള്ളിഷായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. 50-day EMA ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 50-day EMAയിൽ നിഫ്റ്റി എന്നും ഈ ഒരു റേഞ്ചിൽ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുന്നതിന് മാർക്കറ്റ് തിരിച്ചു കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സപ്പോർട്ട് എടുക്കുന്നു, മാർക്കറ്റ് തിരിച്ചു കയറുന്നു. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ശരിക്കും ഈ ഒരു ഡേയിൽ, അല്ലെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്ന 22,179 ബ്രേക്ക് ചെയ്താൽ ഒരു ഷോർട്ട് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ച് ഈ ഒരു പോയിന്റിൽ എനിക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് ഞാൻ അവോയ്ഡ് ചെയ്തിരുന്ന സ്ഥലമാണ് ഇതിനകത്ത് 22,179 മുതൽ ഈ 2 വരച്ചിരിക്കുന്ന സോൺ. അപ്പോൾ ഈ സോണിനകത്ത് ഞാൻ ട്രേഡ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഈ നിഫ്റ്റി ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ, അല്ലെങ്കിൽ ഈ ഒരു സോണിലെത്തിയതുകൊണ്ട് തന്നെ, ഈ മൂവിങ് ആവറേജ് എത്തിയതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ അതേ ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എനിക്ക് കുറച്ചും കൂടെ ഒരു ലോങ് എൻട്രി പോകാനായിട്ട് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിക്കകത്ത്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ നിഫ്റ്റി ഓൾറെഡി ഒരു മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വന്നാലും കറക്റ്റ് ഇന്നലെ മാർക്കറ്റ് ഒരു സിക്സാക് മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒരു ബുള്ളിഷ് സെറ്റപ്പ് പോലെ ഫോം ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ആ ഒരു ലെവല് ഞാൻ വരച്ചിട്ടുള്ള ആ റെസിസ്റ്റൻസ്, ഇന്നലത്തെ ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഒരു ബ്രേക്കൗട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്കൗട്ട് കിട്ടിയ സമയത്ത് ഞാൻ ആദ്യമേ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെവല് ശരിക്കും ഈ ഒരു റിവേഴ്സലിന് ഇവിടെ ട്രേഡൊന്നും എടുക്കാൻ പ്ലാനില്ലായിരുന്നു. എനിക്കിതാണ്ട് ഇവിടെ നിന്ന് ഈ റിവേഴ്സലിനെ സമയത്ത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പലതവണ ബാങ്ക് നിഫ്റ്റി ഈ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം പലതവണ ഈ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും എനിക്ക് നല്ലൊരു ഇപ്പോഴും ഈ ഒരു സോണിൽ നിൽക്കുമ്പോൾ എനിക്ക് ഷോർട്ട് എൻട്രി എടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാനായിരുന്നു. അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ബാങ്ക് നിഫ്റ്റിയും പിന്നെ ഫോളോ ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിഫ്റ്റിയിൽ നോക്കി വെച്ചിരുന്നൊരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 22,000 ഈ ഒരു സോൺ 22,179-നും 22,221. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ പിന്നെ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോ ഇവിടെ ശരിക്കും ബ്രേക്കായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ, ഒരു ബീറിഷ് ടൈപ്പ് ഓഫ് പാറ്റേണും കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ ബ്രേക്കൗട്ട് നടന്നു. അതിനുശേഷം ഇപ്പം നിഫ്റ്റിയിലൊരു ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ട്രേഡ് വന്നത്. അപ്പോൾ റിവേഴ്സൽ ശരിക്കും ഞാൻ എൻട്രി എടുത്ത സോണെന്ന് പറയുന്നത് ഈ ഒരു സോൺ
11.50 ഈ ഒരു സോണിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സോണിൽ എൻട്രി എടുക്കുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഒരു 25 പോയിൻറ്റ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 25 പോയിൻറ്റ്സ് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് നമ്മൾ എക്സിറ്റ് അടിച്ച് മാറുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം മാർക്കറ്റ് വലിയൊരു ഫാളും തന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും പുതിയൊരു ട്രേഡോട് കാണാം.